കുഴപ്പമില്ല. ഒരു സൈക്കോ സിനിമ രാജ്ബി ഷെട്ടി നന്നായിട്ടുണ്ട്. അപർണ നല്ലതാണ്. എൻ്റെ 3-4 കഥാപാത്രങ്ങളേ ഉള്ളൂ. നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. രാജ്ബി ഷെട്ടി നല്ല പുള്ളിയുടെ രൂപയൊക്കെ ചെയ്തപോലെ തന്നെ ഒരു കഥാപാത്രം. കുഴപ്പമില്ല, നല്ല സിനിമ. ഒരു ഫ്രഞ്ച് സ്പാനിഷ് സൈക്കോ ടൈപ്പ് ത്രില്ലറാണ്. ക്യാരക്ടർ കുറവാണ്, പക്ഷേ തിയേറ്റർ വാച്ചബിൾ തന്നെയാണ്. സൈക്കോ റിലേറ്റഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ രാജ്ബി ഷെട്ടി നല്ല പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപർണ ബാലവർ നല്ല ചെയ്തിട്ടുണ്ട്. കൊള്ളാം. തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ സിനിമ എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. രാജ്ബി ഷെട്ടി അപർണയുടെ പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു പട്ടിയുണ്ട്, ആ പട്ടി പോലും വളരെ ഭംഗിയായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. പട്ടി നല്ലൊരു പടം. തിയേറ്ററിൽ വന്ന് കണ്ട പടമാണ്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. മലയാളത്തിൽ ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അപർണ ബാലമുരളി വളരെ അവരുടെ കരിയറിലെ ഒരു ബിഗ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സൂപ്പറായിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി സാറായതുകൊണ്ട് ആ വില്ലൻ റോളും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തതാണ്. അത് കാരണം പടം രണ്ടുപേരുടെയും ഒരു സ്പെഷ്യൽ സാധനമാണ്, കാണേണ്ട ഒരു സാധനമാണ്. ക്ലാസിക് പടമുണ്ട്. അപർണ മുരളിയും രാജ്ബി ഷെട്ടിയും പൊളിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരൊറ്റ വാക്കി പറഞ്ഞ ആക്ഷൻ റിവെഞ്ച് ത്രില്ലിംഗ് പടം. നല്ല ഒരു ചിത്രമാണ്. അതിലും നമുക്ക് കാണുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ്. അതിലും രാജ്ബി ഷെട്ടി പിന്നെ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ കഥാപാത്രം നന്നായിട്ട് മലയാളത്തിലോട്ട് തിരിച്ചു വരുന്നതിൽ വളരെ ഈ ഡയറക്ടർ എന്തായാലും അദ്ദേഹത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും അദ്ദേഹം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആയാലും സൂപ്പർ പടം. ഞാൻ നോർമലി കാമാണ്, ഇപ്പോഴും കാം. എനിക്കറിയില്ല, എൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അവരുടെ വർക്ക്, ടീം അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. സോ വാട്ട് എവർ റെസ്പോൺസ് വി ഗെറ്റ് നൗ വി വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. സോ കാണാം നമുക്ക് ആക്ച്വലി ഈവനിങ് നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് റെസ്പോൺസ്. ബ്യൂട്ടിഫുൾ ആക്ട്രസ്, നല്ല പെർഫോമറാണ്. ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, അവർ എത്തുന്നേ ഉള്ളൂ. തൃശ്ശൂരുണ്ടോ? ഓക്കെ ഓക്കെ. നിങ്ങളെല്ലാവരും കണ്ടോ? ആരുടെ? ഇല്ല, എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എൻ്റെ അതൊക്കെ ഇല്ല, അങ്ങനൊന്നും ഇല്ല. സോ ബട്ട് ഐ ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ് ഡൺ. ഐ ആം അബ്സല്യൂട്ട്ലി ഹാപ്പി. സാർ എങ്ങനെയുണ്ടാണ് ഇങ്ങനൊരു കഥാപാത്രം ചെയ്ത്? കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫസ്റ്റ് ഒരു സൈക്കോ പോലെയാണെങ്കിൽ അവസാന നിമിഷം പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ഉണ്ടാക്കിയിട്ടാണ് കഥാപാത്രം. ഞാൻ അവനെ ജസ്റ്റിഫൈ ചെയ്യില്ല, പക്ഷേ ഐ ഡോണ്ട് റിലേറ്റ് വിത്ത് ഹിം. ഞാൻ അത്ര വെഞ്ചൻസ് ഉള്ള ആൾക്കാർ ആളൊന്നും അല്ല. I always like എൻ്റെ ഹീറോ മാത്യു ആണ്. എൻ്റെ ഹീറോ മാത്യു ഒന്നും അല്ല. But it's good to play something which is actually എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ he's always bad towards everything in the world. ബട്ട് അങ്ങനെ ഒന്നുമില്ല. ആക്ച്വലി എല്ലാവരും വില്ലൻ തന്നെ, എല്ലാവരും വില്ലനും എല്ലാവരും ഹീറോയും. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ യാ, ആരെയും ബ്ലാക്കും വൈറ്റ് ആക്കാൻ നോക്കുന്നില്ല. രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് വളരെ ജെനുവനായിട്ട് പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഓഡിയൻസ് തീരുമാനിക്കുന്നത്. അതെ, ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെന്റ് ആയതല്ലോ. സർവൈവൽ ഓരോ നിമിഷവും എന്താ പറയാ, കുറച്ച് ഇത് തോന്നുന്നെങ്കിൽ അടുത്ത എന്താ ഒരു ശ്വാസം മുട്ടിൽ നമുക്ക് പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ജെനുവനായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ജെനുവനിറ്റി നമ്മൾ ആ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രുദ്രം ഈ സൈക്കോ പ്ലസ് ഒരു സർവൈവൽ ത്രില്ലർ രണ്ടുകൂടി ഒരു മിക്സ് ജാനറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, സാധാരണ നമ്മൾ മൂവീസിൽ എല്ലാവരും ഒരു സൈക്കോ ഉണ്ട്, ആൾ വരുന്നു, ഇതാക്കുന്നു. പക്ഷേ ഒരാൾ എന്തുകൊണ്ട് സൈക്കോ ആവുന്നു, ആളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഉള്ള ആളുടെ ലൈഫിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ, അത് ആളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ന്യായമാണ്, അല്ലെങ്കിൽ ആൾക്ക് ലൈക്ക് ഓക്കെയാണ്. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ മൂവി നൈസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ് നൈസായിരുന്നു. ഒരു സൈക്കോ എന്ന എക്സ്ട്രീംലി നല്ല ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ മൂവി എന്ന് പറയത്തില്ല. കാരണം ആദ്യം ഒരു നവാഗത സമുദായം ലിസ്റ്റിലുണ്ട്, അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. അപർണ നൈസായിരുന്നു. എനിക്ക് ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു ഇമോഷൻ ഭയങ്കര വർക്കായി. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളത് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഉണ്ട്. മൊത്തത്തിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു മൂവി ആയിരിക്കും. എന്തായാലും രസപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടോ? മേക്കിംഗ് നൈസാണ്. അതേ പറഞ്ഞത്, ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ മൂവിയാണ്. ചില ഷോർട്സ് ആയാലും സിനിമാറ്റോഗ്രഫി നൈസായിരുന്നു. ആ ഒരു ടെറൈൻ, ആ ഒരു ഏരിയ, അതൊക്കെ പറഞ്ഞത് കാണിച്ചാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് മൂവിയായിട്ട് കാണാൻ പറ്റും. ചില സ്ഥലത്തേക്ക് ഇമോഷൻസ് വർക്കായില്ല. ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആൻഡ് കൺവിൻസിങ് ആണ്.